മുഖ്യമന്ത്രിക്ക് സ്വകാര്യ യാത്ര രാജ്യത്തിൻ്റെ വെളിയിലേക്ക് പോകണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം വാങ്ങണം. പാർട്ടി എന്നാണ് എന്നുള്ളതുകൊണ്ട് പാർട്ടി മെമ്പർമാർ വിദേശത്തേക്ക് പോകുമ്പോൾ പാർട്ടിയുടെ സമ്മതം വാങ്ങണം. ഇത് രണ്ടും വാങ്ങിയിട്ട് തന്നെയാണ് മുഖ്യമന്ത്രി സ്വകാര്യ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് പോയിട്ടുള്ളത്. അപ്പോൾ അതൊരു വലിയ വാർത്തയാക്കി, അതെന്തോ ഇന്നേ വരെ സംഭവിക്കാതെ പുതിയ ഒരു കാര്യമാക്കി അവതരിപ്പിച്ച് ചർച്ച ചെയ്യുക. ആ ചർച്ചയ്ക്ക് പിന്നിൽ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ: രാഷ്ട്രീയ വിരോധം, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത. പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നയപരമായ കാര്യങ്ങളെല്ലാം സംബന്ധിച്ച് പുതിയ പുതിയ തലത്തിലേക്ക് കാര്യങ്ങൾ നീക്കി കൊണ്ടുപോകാനാവില്ല എന്ന പരിമിതി കൂടി കണക്കിലെടുത്ത് ഈ ഒരു തിരക്ക് പിടിച്ച രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്ന് അല്പം മാറി നിൽക്കാൻ സാധിക്കുന്ന ഒരിടവേള ഉണ്ടാവട്ടെ എന്ന് കണ്ട് ആരാണത് ആഗ്രഹിക്കുന്നത്? ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഈ ചുമതല കൊടുത്തില്ല എന്നുള്ളത് ഇതിനു മുമ്പ് പോയപ്പോഴും ചുമതല കൊടുത്തിരുന്നില്ല. ചുമതല നിർവഹിക്കാനാവും, പിന്നെ ഇതിനാണ് ചുമതല കൈമാറുന്നത്. അതൊക്കെ ഞങ്ങൾ ആദ്യം തീരുമാനിച്ചിട്ടുണ്ട്. ആരൊക്കെയാണ് എവിടേക്കാണ് പങ്കെടുക്കേണ്ടത്, പോകേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച് എല്ലാവർക്കും ഒരു സ്റ്റാർ ക്യാമ്പയിനേഴ്സ് ആദ്യം തന്നെ എഴുതി കൊടുക്കണം. എഴുതി കൊടുത്തതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇവിടെ ആളുകൾ വന്നിട്ടുണ്ട്, ഇവിടുന്ന് ആളുകൾ പോയിട്ടുമുണ്ട്. അതിൽ മുഖ്യമന്ത്രി കേരളം വിട്ടു പോകണം തീരുമാനിച്ചിട്ടില്ല. പോയതിൻ്റെ ചിലപ്പോൾ സാധാരണ പോകുമ്പോൾ ആരാ ചിലവെടുക്കൽ? അതാ ഞാൻ പറയുന്നത്. നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ നിങ്ങളുടെ ചിലപ്പോൾ ആരെടുക്കൽ? നിങ്ങൾ ശുദ്ധ അസംബന്ധ ചോദ്യമാണ്. അസംബന്ധ ചോദ്യത്തിന് അസംബന്ധ ഉത്തരം പറയാൻ ഞാനില്ല. പറഞ്ഞാൽ മനസ്സിലായില്ലേ? വലിയ യാത്ര പോകുന്നതിന് നിങ്ങൾ ചിലവാരായിട്ട് ആരാ ടിക്കറ്റ് എടുത്തതെന്ന് നിങ്ങൾ അന്വേഷിക്കുന്നത്? അറിയിച്ചിട്ടുണ്ടല്ലോ, അതിലെ പറഞ്ഞിട്ടുണ്ട്. അറിയിക്കാണ്ട് പോവോ? അറിഞ്ഞിട്ടല്ലേ പോയി എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിന് സ്വന്തം പണം തന്നെയാണ്. സ്വന്തം പണമല്ലാണ്ട് വേറെ ആരെങ്കിലും പണത്തിൽ ആരെങ്കിലും യാത്ര ചെയ്യും? നിങ്ങളെന്താ വിചാരിച്ച്? നിങ്ങളെന്തോ പുതിയ പോയിന്റ് കിട്ടിയ പോലെ നാളെ രാവിലത്തെ പത്രത്തിൽ എഴുതാൻ വേണ്ടിയില്ലേ? സ്വന്തം ചെലവിലാണ് പോകുന്നത്. മുരളീധരനും സുധാകരനും ചോദിച്ചതിനെ പറ്റിയൊന്നും ഞാൻ അധികം പറയുന്നില്ല. സ്വന്തം സീറ്റ് നിലനിർത്താൻ വേണ്ടിയിട്ട് ഞാൻ BJP-യിലേക്ക് പോകാൻ തയ്യാറാവുന്നു എന്നുള്ള ഭീഷണി ഉപയോഗിച്ചിട്ട് വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് പ്രസിഡന്റ് 2 ദിവസം കഴിഞ്ഞപ്പോൾ. അതിനെപ്പറ്റി നിങ്ങൾക്ക് ചർച്ചയില്ല. ഭീഷണിയിലാണ് പിന്നെന്താ? ഭീഷണി സ്വരം അന്നേ പറഞ്ഞില്ല, ഞാനും നിങ്ങളും കേട്ടതല്ലേ. നിങ്ങൾക്ക് ഭീഷണി മനസ്സിലാവുന്നില്ലേ? ഹൈക്കമാൻഡ് സമ്മതിക്കാൻ അന്നേരം സമ്മതിക്കായിരുന്നല്ലേ അന്നേരല്ലേ യോഗം ചേർന്നത്? ഹൈക്കമാൻഡ് സമ്മതിക്കുന്നതിന് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവില്ലേ? ഞാൻ നേരത്തെ സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവില്ലേ? അതാ പറഞ്ഞ അതാ ഭീഷണി. പിന്നെ അതിനല്ലേ സ്ഥിരം ഭീഷണി. ഞാൻ പറഞ്ഞല്ലോ, ഭൂരിപക്ഷം കിട്ടും. എണ്ണം പറയാൻ പറ്റില്ല. അത് എല്ലാ സന്ദർഭത്തിലും ഓരോരുത്തരും ഒരാളെ പിടിക്കാൻ വേണ്ടി നടക്കണ്ട. ആയിട്ടുണ്ട്, ബന്ധപ്പെട്ടിട്ടുണ്ടാവും. അതിന് രാജേന്ദ്രൻ പോകില്ല. രാജേന്ദ്രൻ ബന്ധപ്പെടുന്നില്ല എല്ലാവരും എന്നുള്ളത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് പ്രശ്നമില്ല. പക്ഷേ രാജേന്ദ്രൻ പോകില്ല.